ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിയെന്ന് പറയാം. നരേന്ദ്രമോദിയുടെ ഇന്നലത്തെ റാലി അതിൻ്റെ ഒരു തരത്തിലുള്ള ഉദ്ഘാടനമായിരുന്നു. എന്താണ് അതിൻ്റെ ടേക്ക് അവേ? എന്ത് ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അല്ല, ഇതിലെ നരേന്ദ്രമോദിജിയുടെ ഇന്നലത്തെ പരിപാടി നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ ഈ രാജ്യത്ത് ചരിത്രപരമായിട്ടുള്ള ഒരു ബില്ല് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു. രാജ്യത്ത് സ്ത്രീകൾക്ക് 33% സംവരണം, ആ സംവരണം അസംബ്ലിയിലും പാർലമെൻറ്റിലും നടപ്പാക്കിയ ചരിത്രപരമായിട്ടുള്ള വിധി, ആ ബില്ല് അവതരിപ്പിക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന വലിയൊരു റാലിയാണ്. ആ റാലി തൃശ്ശൂരിൽ വെച്ചത് എന്തുകൊണ്ടും അർത്ഥവത്തായി എന്ന് വിശ്വസിക്കുന്ന കേരളീയരുടെ കൂട്ടത്തിലാണ് ഞാൻ. അല്ല, അത് ബി.ജെ.പിക്ക് ഇത്തവണ ഏറ്റവും കൂടുതൽ സാധ്യത നിങ്ങൾ കൽപ്പിക്കുന്ന സീറ്റ് തൃശ്ശൂർ ആയതുകൊണ്ടാണോ? തൃശ്ശൂർ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന സീറ്റുകളിൽ ഒന്ന് തന്നെയാണ്, സംശയമൊന്നുമില്ല. അവിടെ പങ്കെടുത്ത സ്ത്രീകൾ, അഭിലാഷിൻ്റെ ടീം അവിടെ ഉണ്ടായിരുന്നു. അവരോട് ചോദിച്ചാൽ അവർക്കറിയാം. അവിടെ പങ്കെടുത്തവർ കുടുംബശ്രീയിലെ ആൾക്കാരെ നിർബന്ധിച്ച് പോയില്ലെങ്കിൽ 250 രൂപ അടയ്ക്കേണ്ടി വരുമെന്നോ, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആൾക്കാരുടെ അവധി കൊടുത്തിട്ട് കൊണ്ടുവരിപ്പിച്ചതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള സമ്മർദ്ദത്തിലൂടെ വന്നവരൊന്നുമല്ല. ആ തൃശ്ശൂരിലെ ആബാലവൃദ്ധം സ്ത്രീകൾ, അതോടൊപ്പം തന്നെ അതിന് സമീപത്തെ ജില്ലകളിൽ നിന്നുള്ള സ്ത്രീകൾ നരേന്ദ്രമോദിയെ കാണാനും നരേന്ദ്രമോദിയുടെ പ്രസംഗം കേൾക്കാനുമായിട്ട് അവിടെ എത്തിയതാണ്. അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് ഒരു പ്രത്യേക രീതിയിലുള്ള രാഷ്ട്രീയ പ്രചരണം തന്നെയാണ് നരേന്ദ്രമോദി പ്രസംഗിച്ചത് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. ആ രാഷ്ട്രീയ പ്രചരണം എന്ന് പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള, പോസിറ്റീവായിട്ടുള്ള, ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. ഞങ്ങൾ നാളെ അധികാരത്തിൽ വന്നാൽ ഇന്നത് ചെയ്യും എന്നുള്ള ഒരു ഗ്യാരണ്ടി അല്ല പറഞ്ഞിരിക്കുന്നത്. ഇന്നലകളിൽ ചെയ്ത വസ്തുതകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി, ഇതാണ് ബി.ജെ.പിയുടെ ഗ്യാരണ്ടി, ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടി. ഈ ഗ്യാരണ്ടിയിൽ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഓരോന്നായിട്ട് എണ്ണി പറയുന്നു. അതോടൊപ്പം തന്നെ ഉജ്ജ്വല യോജനയുടെ പദ്ധതി പറയുന്നു. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന പറയുന്നു. അങ്ങനെ നിരവധി പദ്ധതികൾ ഈ രാജ്യത്ത് എത്ര കോടി ആൾക്കാർക്ക് കിട്ടി, ആ കിട്ടിയ ആൾക്കാർ അവിടെയൊക്കെ ശരി. ഇപ്പോൾ ഒരു ഒറേഷൻ അല്ലെങ്കിൽ ഒരു പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ശരി. നോക്കൂ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വിഹിതം കേന്ദ്ര സർക്കാർ കേരളത്തിൽ എത്രയാണ് കൊടുക്കുന്നത്? നഗരങ്ങളിലാണെങ്കിൽ 1 ലക്ഷം രൂപയും ഗ്രാമങ്ങളിലാണെങ്കിൽ 3/4 ലക്ഷം രൂപയുമാണല്ലോ. ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ വാർത്തയുണ്ട്, അത് തന്നെ അങ്ങനെ കേരളത്തിന് കിട്ടേണ്ട വിഹിതം തന്നെ കിട്ടിയിട്ടില്ല. ബ്രാൻഡിങ് നടപ്പാക്കാത്ത കാര്യം ചൂണ്ടിക്കാണിച്ച് കേരളത്തിന് അർഹമായ, അതായത് ഈ പദ്ധതികൾക്ക് കൊടുക്കേണ്ട കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതമായി കിട്ടേണ്ട പൈസ പോലും കൊടുക്കാതെ അവിടെ വന്നിട്ട് ഞാനത് ചെയ്തു, ഇത് ചെയ്തു, മറ്റത് ചെയ്തു എന്ന് പറഞ്ഞാൽ മതിയോ? ശ്രീ അഭിലാഷേ, കേരളത്തിൽ ലൈഫ് പദ്ധതിയുടെ മറവിൽ കേന്ദ്രത്തിൻ്റെ ഈ പദ്ധതി അട്ടിമറിക്കുന്ന പണിയാണ് പിണറായി വിജയൻ സർക്കാർ ആദ്യമേ ചെയ്തത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ ആദ്യ സർക്കാർ 2014 അധികാരത്തിൽ വന്നപ്പോൾ തന്നെ 2022 ഇന്ത്യയിലെ എല്ലാവർക്കും വീട് എന്ന് പറയുന്ന സ്വപ്ന പദ്ധതിയുമായിട്ട് നരേന്ദ്രമോദി മുന്നോട്ട് പോയി. ആ മുന്നോട്ട് പോയതിന് ശേഷമാണ് 2016 ഇവിടെ ലൈഫ് പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ട് അതിൻ്റെ പിന്നാമ്പുറത്തിലൂടെ ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു അജണ്ടയായിട്ട് അത് നടപ്പാക്കാമെന്ന് വിചാരിച്ചത്. ഇവിടെ അതിൻ്റെ ഫലമായിട്ട് ഇവിടെ പല കേന്ദ്ര പദ്ധതികളും അട്ടിമറിച്ച കൂട്ടത്തിൽ തന്നെ ആയുഷ്മാൻ ഭാരത് ഉൾപ്പെടെ 5 ലക്ഷം രൂപയുടെ പാവപ്പെട്ടവർക്ക്, അതീവ ദരിദ്രർക്ക് 5 ലക്ഷം രൂപയുടെ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെയുള്ള ഇത് അട്ടിമറിച്ച സർക്കാരാണ് പിണറായി വിജയൻ സർക്കാർ. ഈ സർക്കാർ അതൊക്കെ അട്ടിമറിച്ചതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി ആവാസ് യോജനയും അട്ടിമറിക്കുകയും അതിൻ്റെ പിന്നിൽ അത് 32% താഴെ മാത്രം പെർഫോമൻസ് ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറുകയും ചെയ്തു. ഇവിടെ താങ്കൾ പറയുന്നത് പോലെ 1,75,000 എന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ഡയറക്റ്റ് പണം ലഭിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ വിവിധ ഏജൻസികളിലൂടെ ഇതിനു വേണ്ടിയുള്ള 4 ലക്ഷം രൂപ സ്വരൂപിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇത് ലിക്വിഡായിട്ടുള്ള ക്യാഷ് എടുത്തു കൊടുക്കുന്ന പദ്ധതിയല്ല, ഇതൊരു യോജനയാണ്. ഈ യോജനയുടെ ഫലമായിട്ട് 4 കോടിയോളം വരുന്ന ആൾക്കാർക്ക് വീട് വെച്ച് കൊടുക്കുന്നു. ആ വീട് വെച്ച് കൊടുക്കുന്ന സമയത്ത് അവരുടെ ഷെയറുണ്ട്, അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിഹിതമുണ്ട്, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരണ്ടിയിൽ മറ്റ് സാമ്പത്തിക സ്ഥാപനങ്ങളുടെ സംഭാവനയുണ്ട്. ഇതൊക്കെ വച്ചിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ സംഭാവനയുണ്ട്. 50,000 രൂപയാണ് സംസ്ഥാന സർക്കാരിൻ്റേതായ തനത് സംഭാവന. അപ്പോൾ ഇങ്ങനെയുള്ള സംഭാവനകളുടെ അടിസ്ഥാനത്തിൽ
കേന്ദ്രം തയ്യാറാക്കിയ ഒരു യോജനയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. അപ്പൊ അതിന്റെ പേരിൽ 4 കോടി ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡുകളിലും തെരുവീതികളിലും കിടന്ന 4 കോടി മനുഷ്യർക്ക് കേറിക്കിടക്കാൻ ഒരു കൂരയുണ്ടായി എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. ഇന്ദിരാ ആവാസ് യോജന നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ ഭവന നിർമ്മാണ പദ്ധതി വന്നതെന്ന് വിചാരിക്കരുത് ശ്രീ അഭിലാഷ്. അങ്ങനെ ഭവന നിർമ്മാണ പദ്ധതി എല്ലാ കാലത്തും ഉണ്ട്. ഇവിടുത്തെ കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ ഞാൻ പറഞ്ഞു. ബാക്കി ഇപ്പോ 4 ലക്ഷം രൂപയിൽ ഗ്രാമത്തിൽ 3.25 ലക്ഷവും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനത് ഫണ്ട്, ലോൺ, സംസ്ഥാന സർക്കാരിന്റെ വിഹിതം എന്നിവ ചേർത്തിട്ടാണ് നമ്മുടെ വിഷയം. അങ്ങനെ പറഞ്ഞു പോരുത്, എനിക്കിതൊന്നും ക്ലിയർ ആക്കണം. ഇനി ഈ 4 കോടി വീടുകൾ ഈ വച്ച് നൽകിയിരിക്കുന്നത് 9 വർഷത്തിനുള്ളിലാണ്. ഇതേപോലെ ആ വീടുകളിലേക്ക് എന്തൊക്കെ സംവിധാനങ്ങളാ കുടിവെള്ളം എത്തിച്ചിരിക്കുന്നു. ആ വീടുകളിൽ അതീവ ദരിദ്രർക്ക് ഉജ്ജ്വല യോജന വഴി സൗജന്യമായിട്ട് പാചകവാതക സിലിണ്ടർ എത്തിക്കുന്നു. ആ വീടുകളിൽ ഇലക്ട്രിസിറ്റി സൗജന്യമായിട്ട് കൊടുക്കുന്നു. 12,500 രൂപയ്ക്ക് ശൗചാലയം കൊടുക്കുന്നു. ആ വീട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് ജൻധൻ അക്കൗണ്ട് കൊടുക്കുന്നു. ആ വീട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി 5 ലക്ഷം രൂപയുടേത് കൊടുക്കുന്നു. ആ വീട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട കർഷകന് വർഷത്തിൽ 12,6,000 രൂപയുടെ കാർഷിക സമ്മാൻ നിധി കൊടുക്കുന്നു. ആ വീട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ട ആൾക്കാരുടെ കുഞ്ഞുങ്ങൾക്ക്, ആ പെൺകുട്ടികളാണെങ്കിൽ ആ പെൺകുട്ടികൾക്ക് പ്രത്യേക പാക്കേജ്, പ്രത്യേക പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നു. അവിടെ ജീവിക്കുന്ന വയോവൃദ്ധർക്ക് അടൽ പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നു. ഒരു വീട് മാത്രമല്ല, ആ വീട്ടിൽ ജീവിക്കുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സർവ്വ പദ്ധതികളും ആ കുടിലേക്ക് എത്തിക്കുകയാണ്. ഇതാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി. നമ്മുടെ ജനങ്ങൾ സമ്പൽ സമൃദ്ധിയിൽ അതുകൊണ്ട് ജീവിക്കാണ്.